മനുഷ്യരായ നമ്മുടെ ജോലി നമുക്കാവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിലനിർത്തുക എന്നതാണ്. എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് തികഞ്ഞ വ്യക്തത ഉണ്ടാവണം. അതിൽ നമ്മൾ ഏറ്റവും മഹത്തായ പ്രപഞ്ച നിയമങ്ങളിൽ ഒന്നിനെ, ആകർഷണ നിയമത്തെ ആവാഹിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും. മാത്രമല്ല, നിങ്ങൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. ജാതി മത ഭേദമന്യേ ഭൂരിഭാഗം മനുഷ്യരും തങ്ങൾക്കും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നന്മ ഉണ്ടാകണമെന്നും തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെന്നും ശക്തമായി ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നവരുമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവരിൽ ഭൂരിപക്ഷത്തിനും തങ്ങളുടെ പ്രാർത്ഥന ലക്ഷ്യം വയ്ക്കുന്നതിന് എതിരായി സംഭവിക്കുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജീവിതത്തിൽ ദ സീക്രട്ട് മനസ്സിലാക്കി പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പോരായ്മകളും അവ പരിഹരിച്ച് മുന്നോട്ടു പോകാനുള്ള മാർഗദർശനങ്ങളും സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഏതാനും വിജയികളായ മഹാന്മാർ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. രഹസ്യം ലളിതമാക്കപ്പെടുന്നു. മൈക്കിൾ ബെർണാഡ് ബെക്കവിത്ത്. നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ചില നിയമങ്ങളുണ്ട്. ഗുരുത്വാകർഷണ നിയമം എന്നതുപോലെ. നിങ്ങൾ ഒരു കെട്ടിടത്തിനു മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെന്നിരിക്കട്ടെ. ഒരു നല്ലയാളോ ദുഷ്ടനോ ആവട്ടെ, നിങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുക തന്നെ ചെയ്യും. ആകർഷണ നിയമം എന്നത് ഒരു പ്രകൃതി നിയമമാണ്. ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ അത് നിഷ്പക്ഷവും സർവസമാനവുമാണ്. അത് സൂക്ഷ്മമാണ്, കൃത്യതയാർന്നതാണ്. ഡോക്ടർ ജോ വിറ്റാലെ. ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ നിങ്ങളെ വലയം ചെയ്തിരിക്കുന്ന, നിങ്ങൾ ഖേദിക്കുന്നവയുൾപ്പെടെ എല്ലാം നിങ്ങൾ നിങ്ങളിലേക്ക് സ്വയം ആകർഷിച്ചവയാണ്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നായിരിക്കും അത് എന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്കറിയാം. ഉടൻ തന്നെ നിങ്ങൾ പറയുവാൻ പോകുന്നത്, ആ കാർ ആക്സിഡന്റ് ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലോ, അല്ലെങ്കിൽ എനിക്കെന്നും തലവേദനയായ ഈ കക്ഷിയെ ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലോ, അതുമല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കടബാധ്യതകൾ ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലോ എന്നൊക്കെയായിരിക്കും. അതിന് ഞാൻ നിങ്ങളുടെ മുഖമടച്ചെന്ന പോലെ പറയുവാൻ പോകുന്ന മറുപടി, അതെ, നിങ്ങൾ തന്നെയാണ് അവയൊക്കെ നിങ്ങളിലേക്ക് ആകർഷിച്ചത് എന്നാണ്. ഉൾക്കൊള്ളാൻ ഏറെ വിഷമമുള്ള ആശയങ്ങളിലൊന്നാണ് ഇത്. പക്ഷേ ഒരിക്കൽ നിങ്ങളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ചരിത്രത്തിൽ വളരെയേറെ മനുഷ്യർക്ക് കൂട്ടത്തോടെ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാനിടയായ ധാരാളം സംഭവങ്ങൾ. രഹസ്യത്തെക്കുറിച്ചുള്ള ഈ പരാമർശം ആദ്യമായി കേൾക്കുന്നയാളുകളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഓടിയെത്തിയേക്കാം. അത്തരം സംഭവങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾ എല്ലാവരും ആ അനിഷ്ട സംഭവങ്ങളെ സ്വയം തങ്ങളിലേക്ക് ആകർഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ദുർഗ്രഹം തന്നെയാണ്. ആകർഷണ നിയമമനുസരിച്ച് പ്രസ്തുത സംഭവങ്ങളുടെയും അവയിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളുടെ ചിന്തയുടെയും തരംഗദൈർഘ്യം ഒന്നുതന്നെയായിരിക്കണം. ആ ആളുകൾ മുഴുവനും കൃത്യമായും ആ സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവണം എന്നല്ല ഇതിനർത്ഥം. പക്ഷേ അവരുടെ ചിന്തയുടെയും ആ സംഭവത്തിൻ്റെയും തരംഗദൈർഘ്യം ഒന്നിനോടൊന്ന് പൊരുത്തപ്പെടുന്നതായിരുന്നു എന്നേ ഇതിനർത്ഥമുള്ളൂ. ആ വ്യക്തികൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് എത്തിയതായിരിക്കുമെന്നും തങ്ങൾക്ക് ചുറ്റും സംജാതമായ സാഹചര്യങ്ങളിൽ അവർക്ക് യാതൊരു നിയന്ത്രണവുമില്ലായിരുന്നു എന്നും കരുതാം. പക്ഷേ അവരിലുളവായ ഭയം, ഒറ്റപ്പെടൽ, ബലഹീനത എന്നിവ സ്ഥായിയായി നിലനിന്നിരുന്നുവെങ്കിൽ അത് അവരെ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്തേക്ക് ആകർഷിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. അശുഭങ്ങളായ സംഭവങ്ങൾ, ദുരന്തങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാമെന്നും അത് തികച്ചും യാദൃച്ഛികം മാത്രമാണെന്നും വിശ്വസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് എത്തിപ്പെട്ടേക്കാം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ബാഹ്യ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതല്ല, നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നെയാണെന്നും നിങ്ങളുടെ ചിന്ത നന്മയുടെ വഴിയിലൂടെയായതിനാൽ നല്ലതു മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ എന്നും വിശ്വസിക്കുവാനും മനസ്സിലാക്കുവാനുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്താണോ അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി മാറുവാൻ പോകുന്നത്. നിരന്തരമായ ചിന്തകളിലൂടെ നിങ്ങളിലേക്ക് ആജ്ഞാശക്തിയോടെ വിളിച്ചു വരുത്താത്തിടത്തോളം ഒന്നും തന്നെ നിങ്ങളുടെ അനുഭവങ്ങളായി പരിണമിക്കുകയില്ല. ബോബ് ഡോയിൽ. ആകർഷിക്കാനുള്ള കഴിവ് നമ്മിൽ ഭൂരിപക്ഷത്തിനും സഹജമായി തന്നെ ഉണ്ട്. ആ കഴിവിന്മേൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നാണ് നാം കരുതുന്നത്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും സ്വയം നിയന്ത്രിതമായ രീതിയിൽ മുന്നോട്ടു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മിലേക്ക് സ്വയമേവ വന്നു ചേരും. അനഭിമതമായ ഒന്നിനെയും ആരും ഒരിക്കലും മനഃപൂർവ്വം തന്നിലേക്ക് ആകർഷിക്കുകയില്ല.
രഹസ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇല്ലാതിരുന്നതുകൊണ്ട് നിങ്ങളുടെയോ മറ്റുള്ളവരുടെയോ ജീവിതത്തിൽ അനഭിമതമായ കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് അനായാസം മനസ്സിലാക്കാനാകും. അത് സംഭവിക്കുന്നത് കേവലം നമ്മുടെ ചിന്തയുടെ മഹത്തായ സർഗശേഷിയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ കൊണ്ടു മാത്രമാണ്. പ്രപഞ്ചത്തിലെ കോസ്മിക് ശക്തിയുമായി താരതമ്യം പ്രാപിക്കാനും ആകർഷണ നിയമത്തിന്റെ പ്രയോജനങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥന നല്ലൊരു മാർഗമാണ്. ദ സീക്രട്ട് എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി മോട്ടിവേഷൻ ചിട്ടപ്പെടുത്തിയ ഭൂരിഭാഗം ഗുരുക്കന്മാരുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന നിയമപ്രകാരം നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ട്, സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇനി പരിശോധിക്കുന്നത്. പ്രാർത്ഥനയും മനഃശക്തിയും. ബാഹ്യമായ സുഖഭോഗങ്ങൾക്കു വേണ്ടി ആർത്തി പിടിച്ചോടുന്ന മനുഷ്യർ അത് നേടുന്നതിനുള്ള എളുപ്പവഴി തേടി ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാലയങ്ങളിലും തടിച്ചുകൂടുന്നത് നിത്യകാഴ്ചയായിരിക്കുകയാണ്. വിശാലമായ അർത്ഥത്തിൽ ഈശ്വരവിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഭേദമില്ലാതെ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ടുതന്നെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ അറിയുന്നത് മനഃശക്തി ക്രിയാത്മകമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവന് കൂടുതൽ പ്രയോജനകരമാണ്. ഒരുവന്റെ മനഃശക്തിയെ വളർത്താനോ തളർത്താനോ പ്രാർത്ഥനയ്ക്ക് കഴിയും എന്നതിനാൽ മനഃശക്തി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും പ്രാർത്ഥന എന്ന പ്രക്രിയയെപ്പറ്റി ശരിയായ അവബോധം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യവുമാണ്. എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക കാര്യസാധ്യത്തിനായി നടത്തുന്ന യാചനയാണ് എന്ന് സാധാരണ ഭാഷയിൽ പറയാം. പ്രാർത്ഥനയിൽ ഒരു വ്യക്തിയുടെ ബോധമനസ്സ് പ്രപഞ്ചശക്തിയോട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചശക്തിയെ കോസ്മിക് ബോധതലം എന്നു പറയാം. അപ്പോൾ പ്രാർത്ഥന എന്നത് വ്യക്തിയുടെ ബോധതലവും കോസ്മിക് ബോധതലവും തമ്മിലുള്ള ആശയവിനിമയമാണെന്ന് പറയാം. പ്രാർത്ഥനയുടെ ലക്ഷ്യം കോസ്മിക് ബോധതലവുമായി ബന്ധപ്പെടുകയാണെങ്കിലും പലപ്പോഴും ഈ ലക്ഷ്യം സാധിക്കാറില്ല. സാധാരണ പ്രാർത്ഥനകൾ മനസ്സിന്റെ ഏറ്റവും ഉപരിതലമായ ബോധത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് പതിവ്. ചുരുക്കം ചില പ്രാർത്ഥനകൾ ഉപബോധതലത്തിലേക്ക് എത്താറുണ്ട്. കോസ്മിക് ബോധതലത്തിലെത്തുന്ന പ്രാർത്ഥനകൾ വളരെ വിരളമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ബോധതലത്തിൽ മാത്രം നിൽക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനയാണ് പലരും സ്വീകരിച്ചിരിക്കുന്നത്. മുഖവ്യായാമത്തിനുള്ള ഉത്തമോപാധിയായി ഉപയോഗിക്കാം എന്നതിൽ കവിഞ്ഞ് യാതൊരു പ്രയോജനവും ഇത്തരം പ്രാർത്ഥനകൾക്കില്ല എന്ന സത്യം മനസ്സിലാക്കാത്തതിനാൽ സ്വയം ഒരു മൂഢലോകത്തിൽപ്പെട്ട് പലരും വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നു. മനസ്സിന്റെ 7 തലങ്ങളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയെപ്പറ്റി പറയാമെങ്കിലും സൗകര്യത്തിനായി ഉപബോധതലത്തിലെ പല പിരിവുകളെ ഒന്നാക്കി ഉപബോധതലവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന എന്നു മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പ്രാർത്ഥനയിൽ ഏതു തലവുമായാണ് ബന്ധം സ്ഥാപിക്കുന്നത് എന്നതിനനുസരിച്ച് 3 തരംതിരിച്ചാണ് ഇവിടെ വിശകലനം ചെയ്തിരിക്കുന്നത്. ബോധതലവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ, ഉപബോധതലവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ, കോസ്മിക് ബോധതലവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ എന്നിങ്ങനെ. ബോധതലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് ആദ്യമായി പരിശോധിക്കാം. ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ ശീലത്തിൽ നിന്നോ ഭയത്തിൽ നിന്നോ കുറ്റബോധത്തിൽ നിന്നോ ഉടലെടുക്കുന്നവയാണ്. ഏതെങ്കിലും മതത്തിന്റെ ഭാഗമായി ചെറുപ്പത്തിൽ വളർത്തിയെടുത്ത ശീലമായി, അല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് പാപമാണെന്ന് ആരെങ്കിലും പറഞ്ഞതിനാൽ നടത്തുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ ഈ ഗണത്തിൽപ്പെടുന്നവയാണ്. ഇത്തരം പ്രാർത്ഥന നടത്തുന്ന അവസരങ്ങളിൽ വ്യക്തിയുടെ കണ്ണുകൾ മിക്കവാറും തുറന്നു തന്നെയിരിക്കും. ചുറ്റുപാടും സംഭവിക്കുന്നത് എന്തൊക്കെയെന്ന് കണ്ണുകളും കാതുകളും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. നാക്കിൽ നിന്ന് ഒരു ടേപ്പ് റെക്കോർഡിലെന്ന പോലെ കാണാതെ പഠിച്ച വാക്കുകൾ പ്രവഹിച്ചുകൊണ്ടിരിക്കും. നാവ് ശബ്ദമുണ്ടാക്കുന്നെങ്കിലും മനസ്സ് അതിൻ്റെ വഴിക്ക് സ്വതന്ത്രമായി വിഹരിച്ചുകൊണ്ടിരിക്കും. സ്വയവും മറ്റുള്ളവരെയും താൻ പ്രാർത്ഥിക്കുന്നു എന്ന് വിശ്വസിപ്പിക്കാം എന്നതിൽ കവിഞ്ഞ് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു പ്രയോജനവുമില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. ഈ പ്രാർത്ഥനകൾ മുഖവ്യായാമത്തിനുള്ള നല്ല ഉപാധിയായി ഉപയോഗിക്കാം. എന്നാൽ ഇത്തരം പ്രാർത്ഥനകൾക്ക് ഉപയോഗിക്കുന്നത് പ്രത്യേകതയുള്ള ശബ്ദങ്ങളാണെങ്കിൽ, ഉദാഹരണം ബീജമന്ത്രങ്ങൾ. ഈ ശബ്ദങ്ങൾ ഉളവാക്കുന്ന തരംഗങ്ങൾ ശരീരത്തിലും മനസ്സിലും വളരെ ചെറിയ അളവിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ബോധതലവുമായി മാത്രം ബന്ധപ്പെടുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്തതിനാൽ യാതൊരു ഒരുക്കവും കൂടാതെ എപ്പോൾ വേണമെങ്കിലും ഏതു രീതിയിൽ വേണമെങ്കിലും എവിടെ വച്ചു വേണമെങ്കിലും യാതൊരു നിബന്ധനയും കൂടാതെയും പ്രാർത്ഥിക്കാം എന്ന ഒരു വലിയ ഗുണം കൂടിയുണ്ട്. വീടുകളിൽ കാണുന്ന കൂട്ടായ പ്രാർത്ഥനയും നാമജപങ്ങളും പലപ്പോഴും ഈ തലത്തിൽ മാത്രമുള്ളവയാണ്. ഇത്തരം പ്രാർത്ഥനകൾ ഒരുവന്റെ മനഃശക്തിയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ബോധതലത്തിലും ഉപബോധതലത്തിലുമായി നിലനിൽക്കുന്ന പ്രാർത്ഥനകളും കൂടുതലായി ബോധതലത്തിൽ നിലനിൽക്കുന്ന പ്രാർത്ഥനയും ബോധതലത്തിൽ കുറച്ചും ഉപബോധതലത്തിൽ കൂടുതലും ആയി നിൽക്കുന്ന പ്രാർത്ഥനകളും ഉണ്ടെങ്കിലും അവയെ എല്ലാം കൂടി ഒരുമിച്ച് പരിഗണിക്കുന്നതാവും വിശദീകരണത്തിന് സൗകര്യം.
ഉപബോധതലവുമായി ബന്ധപ്പെടുന്ന പ്രാർത്ഥനയിൽ സ്വന്തം സമ്മോഹനം, സ്വയനിർദ്ദേശം എന്നീ പ്രതിഭാസങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഒരു ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആവർത്തിച്ച് ഉരുവിടുന്ന താളാത്മകമായ വാക്കുകൾ ക്രമേണ വ്യക്തിയെ നിദ്രാസമാന അവസ്ഥയിലെത്തിക്കുകയും അങ്ങനെ മനസ്സിന്റെ പല തലങ്ങളിലും സ്പർശിച്ച് വ്യക്തിയിലും സാഹചര്യത്തിലും മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ഈ രീതിയിലുള്ള പ്രാർത്ഥനയിൽ വ്യക്തികൾ പലപ്പോഴും മിഥ്യാദർശനങ്ങൾക്കും മിഥ്യാധാരണകൾക്കും അടിപ്പെട്ട് തങ്ങൾക്ക് ദർശനങ്ങൾ ഉണ്ടായതായി തെറ്റിദ്ധരിക്കാറുണ്ട്. ബോധതലത്തെ മറികടക്കുന്നതിനാൽ ഇത്തരം പ്രാർത്ഥനയിൽ ശരീരത്തിന് നല്ല ലാഘവത്വം അനുഭവപ്പെടുകയും മനസ്സിന് ഉന്മേഷം തോന്നുകയും കാര്യകാരണങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഈ തലത്തിലുള്ള പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് തൻ്റെ ശരീരത്തിൽ പലവിധ അനുഭൂതികളും അനുഭവപ്പെടുന്നതായി കണ്ടിട്ടുണ്ട്. വ്യക്തിഗതമായ മാറ്റം എല്ലാറ്റിലുമെന്ന പോലെ ഇതിലുമുള്ളതിനാൽ അനുഭവങ്ങൾ പലർക്കും പല രീതിയിലായിരിക്കും എന്നോർക്കുക. ഉപബോധതലമെന്നാൽ തിരിച്ചറിവില്ലാത്ത ഒരു തലമാണ്. അതായത് ഉപബോധതലത്തിലേക്ക് നൽകുന്ന വിവരങ്ങളെ ചോദ്യം ചെയ്യാതെ തന്നെ ആ തലം സ്വീകരിക്കുന്നു. നിങ്ങൾ എലിയാണ് എന്ന നിർദ്ദേശം ഉപബോധതലത്തിൽ നൽകിയാൽ പൂച്ചയെ കാണുമ്പോൾ നിങ്ങൾ ഓടാൻ തുടങ്ങും. ഡൗൺലോഡ് ചെയ്യൂ. വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും അമൂല്യ ശേഖരം അനുഭവിച്ചറിയൂ.